സോമന് മരുമകന് കൊടുക്കാനുള്ള പണമാ. പെട്ടെന്നത് ബാങ്കിൽ നിന്ന് പിൻവലിക്കാൻ ചെറിയ തുകയൊന്നുമല്ലല്ലോ. 15 ലക്ഷം രൂപയല്ലേ? പ്രകാശ, നീ എന്തായി ആലോചിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ. മാധവേട്ടൻ വന്നപ്പോ ചോദിച്ചില്ലേ ഞാൻ എന്താ കണക്കെഴുതുന്നേന്ന്. മേടം, ഇടവം, മിഥുനം, പിന്നെ അടുത്തത് കർക്കിടകം. നീ മാസങ്ങളുടെ പേരൊക്കെ തിരിച്ചും മറിച്ചു വിടുവാന്നോ? അതെ, മേടമാസത്തിലാണ് ഹരിതയുടെ പ്രസവം, ഇടവത്തിൽ മീനാക്ഷിയുടേത്, മിഥുനത്തിൽ വന്ദനയുടേത്. അല്ല, ഇനി 1 മാസം കൂടെ നീ പറഞ്ഞല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞു. ദേ, ഞാൻ വർഷോപ്പുകാരാണെന്ന് വെച്ച് എനിക്ക് ഓർമ്മശക്തിയില്ലെന്ന് വിചാരിക്കരുത്. ഞാൻ എന്റെ മാധവേട്ടന് ഓർമ്മശക്തി ഉണ്ടോന്ന് പരീക്ഷിച്ചതല്ലേ. എന്നാ കർക്കിടക മാസത്തിൽ നമ്മുടെ വർഷമോളുടെ കുഞ്ഞും വരും. സത്യമാണോ? ആ, വർഷമോളും അമ്മയാകാൻ പോകുന്നു. ഈ തീയതികളൊക്കെയാ ഞാൻ ഡയറിയിൽ കുറിച്ചത്. ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മാധവേട്ടന്റെ വർക്ക്ഷോപ്പിൽ വന്നിരുന്നു. അല്ല, മാധവേട്ടൻ ഈ വർക്ക്ഷോപ്പിൽ പോന്നെന്നും പറഞ്ഞ് ഇന്ന് എങ്ങോട്ടാ പോയെ? ചന്ദ്രു, ഞാനേ ബാങ്കിലൊന്ന് പോയതാ. ഓ, വീട് പണിക്കുള്ള കുറച്ച് പൈസയും സോമന് കൊടുക്കാനുള്ള കാശും എടുത്തു വെക്കണ്ടേ? മാധവേട്ടൻ അതിന് പോയതായിരുന്നോ? ആ, ബാങ്കിലൊക്കെ എന്താ തിരക്ക്. ഈ ടോക്കൺ സമ്പ്രദായം ഉള്ളതുകൊണ്ട് ഇന്ന് പണം കിട്ടിയെന്ന് പറയാം. നീ ആ കാശ് എടുത്തൊന്ന് എണ്ണി നോക്ക്, ഞാൻ എടുത്തു തരാം. ഇത് ഒരുപാടുണ്ടല്ലോ. 25 ലക്ഷം രൂപയല്ലേ? 25 ലക്ഷോ? 25 ലക്ഷോ? ഇതിൽ 15 ലക്ഷം രൂപ സോമന് കൊടുക്കാനുള്ളതാ. ഇത് കോൺട്രാക്ട് ഒക്കെ കൊടുക്കാനുള്ളതുവാ. അയാള് പൈസ ചോദിച്ചിരുന്നില്ലേ? ഇതെല്ലാം ഭദ്രമായിട്ട് അലമാരി വെച്ച് പൂട്ടിക്കോ. അതിങ്ങെടുത്തു. അലമാരയിൽ ഭദ്രമായിട്ട് ഞാൻ വെച്ചേക്കാം. ഇനി ഞാനൊന്ന് മേല് കഴുകിയിട്ട് വരാം. പ്രകാശേട്ടാ, എന്താ നിന്റെ മുഖത്ത് പതിവില്ലാത്തൊരു വെട്ടം? കാര്യമുണ്ട് പ്രകാശേട്ടാ. പ്രകാശേട്ടൻ വീണ്ടും അമ്മാവനാവാൻ പോകുന്നു. വീണ്ടും അമ്മാവനോ? ഏതമ്മാവൻ? നിനക്കെന്താ മാനസികമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? പ്രകാശേട്ടാ, നമ്മുടെ വർഷ അമ്മയാവാൻ പോകുന്നു. ഇങ്ങനെയുണ്ടോ ഒരു പൊട്ടൻ? പ്രകാശേട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഹരിതി അമ്മയാവാൻ പോണു, പിന്നെ വന്ദന അമ്മയാവാൻ പോണു,
പിന്നെ വിനുവിന്റെ ഭാര്യ മീനാക്ഷി ഉണ്ടല്ലോ, ആ സാധനം അമ്മയാവാൻ പോകുന്നു. ദേ ഇപ്പതാ വർഷയും. ഇതെന്താ പ്രസവാശുപത്രിയോ? ഏ? ആ, അപ്പൊ പ്രസവം എടുത്തു വരുമ്പോ എല്ലാം ഇവിടെ തന്നെ വരുമല്ലോ. സന്തോഷം. ഈ 4 പെണ്ണുങ്ങൾ കൂടി ഒരു ദിവസം പ്രസവിച്ചാലേ അതിലേറെ സന്തോഷം. ഈ പ്രകാശേട്ടന്റെ ഒരു കാര്യം. ആ പ്രകാശ, അതൊരു വിധം ധാരണയായി. എന്ത് 4 പെണ്ണുങ്ങളും കൂടി ഒരുമിച്ച് പ്രസവിക്കുന്നതോ? നീ എന്താ പ്രകാശ ആലോചിക്കുന്നത്? ഏ ഞാൻ സോമന് കൊടുക്കാനുള്ള പണം ശരിയായെന്നാ പറഞ്ഞത്. ഇന്ന് പോയി ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് വന്നു. നാളെ അത് സോമനെ ഏൽപ്പിച്ചാലേ ഒരു സമാധാനം കിട്ടൂ. സോമന് മരുമകന് കൊടുക്കാനുള്ള പണമാ. പെട്ടെന്നത് ബാങ്കിൽ നിന്ന് പിൻവലിക്കാൻ ചെറിയ തുകയൊന്നുമല്ലല്ലോ. 15 ലക്ഷം രൂപയല്ലേ? പ്രകാശ, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, നമുക്കെല്ലാം നാളെ ശരിയാക്കാം. സുമിത്രേ, ഭക്ഷണം എടുത്തു വയ്ക്കേ. നന്നായി വിശക്കുന്നു. അല്ല, അച്ഛൻ കഴിച്ചിരുന്നു? ഞാൻ കഴിച്ചു. ആ, സന്തോഷം. ജഗനങ്ങൾ എന്താ ഇത്രയും വൈകിയത്? ഇന്ന് കുറച്ച് ജോലി അധികമായിരുന്നു മോളെ. ഓ, അതാണോ താമസിച്ചത്? ആ അതെ, അങ്കിള് വന്ന ഉടനെ ദീമോളെയും വന്ദനാമ്മയും തിരക്ക് കുറെ നടന്നു. ജഗനങ്ങള് വന്നിട്ട് ഞാൻ ആഹാരം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നതാ. ഇത്രയും താമസിച്ചിട്ടും ജഗനങ്ങള് വരാതിരുന്നപ്പോ എനിക്ക് വിശപ്പായി. അത് സാരമില്ല. ആ വന്ദനെ, ഇന്നേ ഒരുപാട് അലച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ആനയെ തിന്നാനുള്ള വിശപ്പോ? വന്ദനമ്മ രാവിലെ മുതലൊന്നും കഴിച്ചില്ലല്ലോ. ഒന്നും കഴിക്കുന്നില്ലേ? മോള് കഴിച്ചു കഴിഞ്ഞില്ലേ? പുറത്തേക്ക് പോ. വന്ദനമ്മ കഴിക്കുന്നത് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ? കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. വേണ്ട. വന്ദനെ, ഞാൻ വൈകി വന്നുകൊണ്ട് വന്ദന ആഹാരം കഴിച്ചു കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. സോറി. വന്ദന എന്താ രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തത്? എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. എന്താ വന്ദന ഇങ്ങനെ? നിനക്ക് എന്താ പറ്റിയത്?